എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ഇപ്പൊ കിങ്ങിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും. ഇത്രയും കാലവും ആ ഡോഫ്ലമിംഗോ അവൻ നിങ്ങളെ ഒരുപാട് തരത്തിൽ ഉപദ്രവിച്ചു. നേവിക്ക് അത് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല. അതിന് ഏറ്റവും വലിയ ബാരിയർ ആയത് അവനൊരു വാർലോഡാണ്, നേവിയിലെ വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അവൻ കാണിച്ചത് അവന്റെ പൈലറ്റിന്റെ നേച്ചറാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം അനുഭവിക്കേണ്ടി വന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ആളിപ്പോഴും കുമ്പിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ട്രാൻസ്പോർട്ടേഴ്സ് നെയിലിൽ ഇതുപോലെ ഗവൺമെന്റ് റിങ്കു കിങ്ങിന്റെ കാൽക്കൽ വീഴുന്നത് എല്ലാവരും കാണും. മറ്റ് ഐലാൻഡിലെ ആൾക്കാർക്കാണെങ്കിൽ അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. അവരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് കാര്യം തിരക്കും. റിങ്കു കിങ്ങിന് പിടികിട്ടും എന്തുകൊണ്ടാണ് ഡോഫ്ലമിംഗോയെ ഇവരെ കൊണ്ട് തടയാൻ കഴിയാതിരുന്നതെന്ന്. അവനൊരു വാർലോഡാണ്, നേവിയുടെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പൈലറ്റാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും കാലവും ഇതിന് ഇപ്പൊ ഈ ഒരു വാറിൽ വരെ കൈകെട്ടി നോക്കി നിൽക്കേണ്ടി വന്നത്. നേവി ഓഫീസർ ആണെങ്കിൽ വീണ്ടും പറയും, ആക്ച്വലി ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം ഇതുപോലും നിങ്ങൾക്ക് നേടിത്തരാനായിട്ട് കഴിഞ്ഞതല്ല. വലിയൊരു പൈലറ്റ് ടീമും ഈ നാട്ടിലെ ജനങ്ങളും മറ്റു പല ആൾക്കാരും ചേർന്നാണ് നിങ്ങളുടെ രാജ്യത്തെ ഇപ്പൊ രക്ഷിച്ചത്. അതിലും ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. ഒരു കാരണവശാലും നിങ്ങളുടെ രാജ്യത്തിന് ഇനിമേൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ഞാൻ ഈ നേവിയുടെ പേരിൽ നിങ്ങൾക്ക് വാക്ക് തരികയാണെന്ന് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ പറയും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ഉസോപ്പും ടീമും അവരാണെങ്കിൽ ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് ആ സിറ്റിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. സോറോയ്ക്കാണെങ്കിൽ ഉസോപ്പിനെ കാണുമ്പോൾ കുറച്ച് ചിരിയൊക്കെ വരും. അതിന് ഉസോപ്പ് വമ്പ സ്റ്റൈലില് സോറോയോട് പറയും, എന്റെ പവർ അത് നീ കണ്ടില്ലേ, എന്റെ പവറാണ് എല്ലാം മാറ്റിമറിച്ചെന്ന് പറഞ്ഞ് അവനെങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫ്രാങ്കി അവൻ തകർന്നു പോയ അവന്റെ ടെറർ ഫേസുമായിട്ട് അവിടേക്ക് വരിക. മറ്റൊരു ഭാഗത്ത് കൈറോസ് അവൻ ലിറ്റിൽ പീപ്പിളിനെ കാണുകയാണ്. ഇത്രയും കാലവും ലിറ്റിൽ പീപ്പിളിന്റെ കുഞ്ഞൻ ടോയ് സോൾജിയറായി അവരെ നിയന്ത്രിച്ചതും മുൻപോട്ടേക്ക് കൊണ്ടുപോയതും നമ്മുടെ കൈറോസ് ആണ്. അതവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കൈറോസ് ആണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞ് അവർക്ക് മുൻപേ സല്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ചെയ്തു. നിങ്ങൾ ശരിക്കും ലിറ്റിൽ പീപ്പിൾ അല്ല, ബിഗ് പീപ്പിൾ ആണ്. നിങ്ങളുടെ പവർ എന്താണെന്ന് അത് ഈ രാജ്യം മനസ്സിലാക്കി. ആക്ച്വലി നിങ്ങളിങ്ങനെ വെച്ച് കഴിയേണ്ടവരല്ല. ഈ ഡെസ്റോസയിലെ ഒരു പ്രധാന പങ്ക് നിങ്ങളും വഹിക്കുന്നുണ്ട്. ഇനി മുതൽ ഇത് നിങ്ങളുടെ ഐലാൻഡാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഐലാൻഡിൽ ചെയ്യാനുണ്ട്. ഐലാൻഡ് എങ്ങനെയെങ്കിലും പഴയതുപോലെ അടിപൊളിയാക്കി മാറ്റി നമുക്ക് എല്ലാവർക്കും അതൊരു തരത്തിലുള്ള വേർതിരിവില്ലാതെ ഇവിടെ ഹാപ്പി ആയിട്ട് കഴിയാന്ന് പറയും. അത് കേട്ട നമ്മുടെ ലിറ്റിൽ പീപ്പിൾസ് സന്തോഷത്തില് കൈറോസിന്റെ ദേഹത്തേക്ക് അഞ്ഞു കയറും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ഇപ്പോ ഐലാൻഡിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിക്കുകയാണ്. അവിടെ പരിക്ക് പറ്റിയ ജനങ്ങൾക്ക്, നേവിക്കാർക്ക്, പൈലറ്റ്സിന് അങ്ങനെ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഇവിടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറും സോൾജിയേഴ്സും അവര് തല കുമ്പിട്ട് മാപ്പ് പറഞ്ഞത് ട്രാൻസ്പോർട്ടേഴ്സ് നെയിൽ ഉപയോഗിച്ച് ഇപ്പോ ഈ ലോകത്തെ മുഴുവനും അവൻ അറിയിച്ചു കഴിഞ്ഞു. ആൾക്കാണെങ്കിൽ ഇപ്പൊ ഒരു ചാരിതാർത്ഥ്യവും സമാധാനവും ഒക്കെ തോന്നും. കിങ്ങിനാണെങ്കിൽ കാര്യം മനസ്സിലാവും. ആൾ ടാങ്കിനോട് എത്രയും വേഗം നമ്മളെ സഹായിച്ച പൈലറ്റ്സിനെ എല്ലാവരെയും പാലസിലെ ഏറ്റവും സേഫ് ആയ സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് പറയും. അത് കേട്ട ആളും അതിനൊക്കെ പറഞ്ഞ് അവിടേക്ക് പോവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് മറി ജോയ്സ് കാണിക്കും. അവിടെയാണെങ്കിൽ നേവി അഡ്മിറൽസ് തമ്മിൽ പരസ്പരം വലിയ തർക്കം. ഇത്തരത്തില് ഡോഫ്ലമിംഗോയുടെ റിസൈൻ ഫോൾസ് ന്യൂസ് അത് സ്പ്രെഡ് ചെയ്തതിനെ തുടർന്നാണ് അവരിപ്പോ പരസ്പരം 150 പറഞ്ഞ് തർക്കിച്ചു കൊണ്ടേയിരിക്കുക. ഇവിടെ ഡോഫ്ലമിംഗോയുടെ കാറ്റുപോയ കാര്യം അത് ഇതുവരെ അവരറിഞ്ഞിട്ടില്ല. ഉടനെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു വൈസ് അഡ്മിറൽ അവിടേക്ക് ഓടിയെത്തും. ആളാണെങ്കിൽ നിലവിളിച്ച് പറയും, ടെസ്റോസ് ഐലാൻഡ് സ്ട്രോഹാർ ലൂഫിയും ടീമും ചേർന്ന് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഡോഫ്ലമിംഗോയെയും അവന്റെ കൂടെയുള്ളവരെ എല്ലാവരെയും പൂർണ്ണമായിട്ടും തകർത്തില്ലാതാക്കി മാറ്റി. നമ്മൾ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ആളാണെങ്കിൽ നിർത്താതെ പറയും, അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ട്രാൻസ്പോർട്ടേഴ്സ് നെയിലൂടെയും ന്യൂസ് റിപ്പോർട്ട്സിലൂടെയും ഇപ്പൊ ലോകം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു. നേവിക്കാരാണെങ്കിൽ ഷോക്കാവും. കാരണം നീണ്ട 2 വർഷക്കാലം യാതൊരു വിവരവും ഇല്ലായിരുന്ന സ്ട്രോഹാർ ലൂഫിയും അവന്റെ ടീമും അവർ തിരികെ എത്തി ഇത്രയും വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നു. മാത്രമല്ല അത് ലോകം മുഴുവൻ അറിഞ്ഞ് ഇപ്പൊ നേവിക്ക് തന്നെ ഒരു അപമാനമായി മാറിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഡോഫ്ലമിംഗോയുമായിട്ട് കരാർ ഉറപ്പിച്ച ഒരുപാട് പേര് അവരാണെങ്കിൽ ഇപ്പൊ ആകെ വിഷമത്തിലാണ്. ഡോഫ്ലമിംഗോയ്ക്ക് വലിയ തുക കൊടുത്ത് ആയുധത്തിനു വേണ്ടി കാത്തിരിക്കുന്നതാണ് അവര്. അവർക്കിനി ആയുധം കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവര് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ഇവിടെ ആ നേവി ടീമിന്റെ കൂടെ സാക്ഷാൽ സുറു അവനും ടെസ്റോസ ഐലാൻഡ് ലക്ഷ്യമാക്കി അങ്ങനെ വരികയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത്
ഇപ്പോൾ വേസ്റ്റ് ജനറേഷൻ പൈററ്റ്സുകളെ കാണിക്കും. ഇവർക്ക് ഓരോരുത്തർക്കും 100 മില്യൺ ബറി ബൗണ്ടിക്ക് മുകളിലാണ് അവരുടെ വാല്യൂ ഉള്ളത്. ലോകം മുഴുവൻ ടെൻഷനോടും കൂടെ നോക്കി കാണുന്ന ഒരു പറ്റം പൈററ്റ്സ് ടീം. ആക്ച്വലി ഈ ഒരു ടീമിലെ മെമ്പറാണ് നമ്മുടെ ബ്ലാക്ക് ബിയേർഡും. ഇവരാണ് അടുത്തൊരു പുതിയ എറ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ ജ്വല്ലറി ബോണിയെ കാണിക്കും. അവളാണെങ്കിൽ ഒരു പിസ്സ ഷോപ്പിൽ നിന്ന് ഒരു പിസ്സ അടിച്ചു മാറ്റുകയാണ്. അവളുടെ തൊട്ടു പിന്നാലെ ഓണറാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് ഓടി വരും. പക്ഷെ ഞൊടിയിടയിൽ അവളുടെ സൈസ് അത് ചെറുതാക്കി മാറ്റുകയാണ്. ഓണറിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഷടാ, ഇതൊരു ചെറിയ പെൺകുട്ടിയാണല്ലോ എന്റെ പിസ്സ അടിച്ചു മാറ്റിയത്. ഒരു വലിയ പെണ്ണാണ്. അവൾ എവിടെ പോകും ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവളാണെങ്കിൽ താഴേക്ക് നോക്കും. അപ്പൊ ന്യൂസ് പേപ്പറിൽ നമ്മുടെ ലൂഫിയുടെ ലേറ്റസ്റ്റ് ന്യൂസ് അത് അവൾ കാണുകയാണ്. ആണെങ്കിൽ ആ ന്യൂസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സ്കൈ ഐലാൻഡിൽ ആ മോങ്കിനെ കാണിക്കും. എന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരുപാട് ഒച്ചയൊക്കെ വെച്ച് അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അടുത്ത നിമിഷം ഒരു കാട്ടുപോത്തിന്റെ രൂപത്തില് ആ കൈഡോയും അവനാണെങ്കിൽ അവിടേക്ക് വരികയാണ്. കട്ട് ചെയ്ത അപ്പോണാണെങ്കിൽ ഡോഫ്ലമിംഗോ മരിച്ച കാര്യം അറിയും. അതിന് കാരണക്കാര് ട്രോഹാർ ലൂഫിയാണെന്ന് അറിഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. അവരുടെ ലക്ഷ്യം ഇപ്പൊ സീസറാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കിക്ക് പൈററ്റ്സിന്റെ സേഫ് ഹൗസ് കാണിക്കുകയാണ്. അവിടെയുള്ള പൈററ്റ്സ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ വിക്ടറി അത് സൂയോടുകൂടെ അങ്ങനെ നോക്കി കാണുകയാണ്. അവർക്കൊരു ഗസ് ഉണ്ടായിരുന്നു നമ്മുടെ ആൾക്കാരുടെ ലക്ഷ്യം അത് എംബറേഴ്സിലെ കൈഡോ ആയിരിക്കുമെന്ന്. ഇപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടു അതെ, നമ്മുടെ ആൾക്കാരുടെ ലക്ഷ്യം അത് കൈഡോയാണ്. പക്ഷേ സത്യത്തില് ഇവരുടെ ലക്ഷ്യം അത് ഷാങ്ക്സ് ആണ്. അതിനുവേണ്ടിയാണ് ഇവർ ഇത്രയും നാളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡ്രേക്ക് ആണെങ്കിൽ കൈഡോയി വെച്ച് പോവാണ്. ഈ ഒരു എമർജൻസി കാര്യം കൈഡോയി അറിയിക്കാൻ. ആക്ച്വലി ഡ്രേക്കിന്റെ പപ്പയെ അദ്ദേഹത്തെ കൊന്നത് ഡോഫ്ലമിംഗോ ആണ്. പക്ഷെ ഡ്രേക്ക് ഒരിക്കലും അത് മനസ്സിൽ വെച്ച് അവനോട് പെരുമാറിയിട്ടില്ല. ഇതാ ഇവിടെ അക്കൈനോ ആളാണെങ്കിൽ നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ വിളിച്ച് ഒരുപാട് ചീത്ത പറയാണ്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ നേവിക്കാരെ ഈ ലോകത്തിന് മുൻപിൽ അപമാനിക്കും. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്കത് നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിക്കാമായിരുന്നില്ലേ? അതിന് നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. സത്യത്തിൽ സ്മോക്കറും ഈ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറും അവർ രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയ ഒരു പ്ലാനാണിത്. ഗവൺമെന്റിൽ ഇവൻ വാർലോഡ്സ് ചേർന്ന് ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അത് ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടി ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം തടയാനാണ് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ഇപ്പോ ഇപ്രകാരം ഒരു കാര്യം അത് ചെയ്തത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ സ്മോക്കർ ആളാണെങ്കിൽ ആ ന്യൂസ് വായിച്ച് ഞെട്ടുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നീക്കിയത് കാണുമ്പോൾ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. അഷിക്കാണെങ്കിൽ ആ ഒരു ന്യൂസ് കാണുമ്പോൾ അലപ്പസ്റ്റയിൽ സംഭവിച്ച കാര്യമായിരിക്കും അവൾക്ക് ഓർമ്മ വരിക. ഉടനെ അവര് റീഹാബ് ചെയ്ത കുട്ടികൾ അവര് ഡോർ തുറന്ന് നിങ്ങൾക്ക് വിശക്കുന്നു ഫുഡ് തരാനായിട്ട് ഇപ്പൊ അവളോട് പറയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് നേവി തലവന്മാര് അവരോരോരുത്തരായിട്ട് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ നടന്ന ഈ ഒരു കാര്യം അത് എത്രയും വേഗം കവർ ചെയ്യുന്ന രീതിയിൽ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നേവിയിൽ നിന്റെ സ്ഥാനം അത് തെറിക്കുമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ തീർത്ത് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, സത്യം മാത്രമാണ് ഞാൻ ലോകത്തിന് മുൻപിൽ തുറന്നു പറഞ്ഞത്. ഇതുപോലുള്ള ലോക കള്ളന്മാരായിട്ടുള്ള പൈററ്റ്സുകളെ അവരെ നേവിയുടെ ഭാഗമാക്കി മാറ്റിയതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സോ ഇനി ഒരിക്കലും ജനങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് കൂട്ടു നിൽക്കില്ല. അക്കൈനോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിന് പരിഹാരമായി ആ ലൂഫിയുടെ തല അത് വെട്ടിയെടുത്ത് നീ ഇവിടേക്ക് കൊണ്ടുവരണം. അതിന് നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് നേവി ബേസിൽ കാലുകുത്താൻ കഴിയില്ല. അത് കേട്ട് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കരുതി ഉറപ്പിക്കുകയാണ്. ഈ ഒരു മൊമെന്റ് അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇതാ നമ്മുടെ ലൂഫി അവൻ പതിയെ കണ്ണു തുറന്ന് അവന് കഴിക്കാൻ ഫുഡൊക്കെ ആവശ്യപ്പെടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.